നമസ്കാരം. IHMA സ്പന്ദന ഹെൽത്ത് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 20, അതായത് വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ. വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ 2025 പ്രമേയം എന്ന് പറയുന്നത് സന്തോഷമുള്ള വായ, സന്തോഷമുള്ള ശരീരം എന്നാണ്. ഇന്ന് ലോക ജനസംഖ്യയുടെ 50 മുതൽ 60% ആൾക്കാർക്ക് ദന്തക്ഷയം അല്ലെങ്കിൽ ദന്താരോഗ്യം നഷ്ടമാകുന്നു എന്നും അതുവഴി അവരുടെ ജീവിത നിലവാരത്തിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട് എന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വായുടെ ആരോഗ്യം എന്നാൽ ഏറെക്കുറെ പല്ലുകളുടെ ആരോഗ്യം തന്നെയാണ്. നമുക്കിനി വായുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ബാഡ് ബ്രെത്ത് അല്ലെങ്കിൽ ഹാലറ്റോസിസ് അഥവാ വായ്നാറ്റം, ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാക്കിലും അതുപോലെ തൊണ്ടയിലും വസിക്കുന്ന സൾഫർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയകളാണ്. വായ്നാറ്റത്തിന് മറ്റൊരു കാരണമായി കണക്കാക്കുന്നത് നേരായ രീതിയിൽ ബ്രഷ് ചെയ്യാറില്ല അല്ലെങ്കിൽ ടങ് ക്ലീൻ ചെയ്യുന്നത് നേരായ രീതിയിലല്ല എന്നിവയാണ്. കേടായ പല്ലുകൾ, വരണ്ട വായ അല്ലെങ്കിൽ ഡ്രൈനസ് ഓഫ് ദി മൗത്ത്, ടോൺസിലൈറ്റിസ്, സൈനസൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്, ഉദര രോഗങ്ങൾ എന്നിവയെല്ലാം വായ്നാറ്റത്തിന് കാരണമാകുന്നു. പല്ല് കേടാകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. സ്വീറ്റ്സ് അല്ലെങ്കിൽ കാർബണേറ്റഡ് അല്ലെങ്കിൽ സിട്രിക് കണ്ടന്റ് കൂടിയ ആഹാര പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പാനീയങ്ങളുടെ അളവ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതി വളരെ കുറച്ച് ആക്കുക. ചിലർക്കും ആഹാരശേഷം മധുര പലഹാരങ്ങൾ കഴിക്കുന്ന ശീലമുണ്ടാകാം. അങ്ങനെയുള്ളവർ ആഹാരം കഴിഞ്ഞ് ഉടനെ മധുര പലഹാരങ്ങൾ കഴിക്കാൻ നിൽക്കാതെ ആഹാരത്തിനോടൊപ്പം ചേർത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. ആഹാരത്തിനോടൊപ്പം കഴിക്കുന്ന സമയങ്ങളിൽ ഉമിനീര് കൂടുതലായി ഉണ്ടാവുകയും അത് കാരണം പല്ലിൽ നിന്നും ഇവയുടെ നേരിയ രീതിയിലുള്ള അംശങ്ങളെല്ലാം വൃത്തിയാക്കുവാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞ ഉടനെ പല്ല് ബ്രഷ് ചെയ്യാനും ശ്രദ്ധിക്കുന്നതാണ്. ഇനി ബ്രഷ് ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. ഡെയിലി 2 തവണ ബ്രഷ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബ്രഷ് ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബ്രഷ് സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ളവയായിരിക്കുന്നതായിരിക്കും വളരെ നല്ലത്. മീഡിയം അല്ലെങ്കിൽ ഹാർഡ് ബ്രിസിൽസ് ഉള്ള ബ്രഷുകൾ വെച്ച് ബ്രഷ് ചെയ്യുമ്പോൾ അതുവഴി നമ്മൾക്ക് പല്ലിന്റെ ഇനാമലിന് കേട് വരികയും പല്ലുകൾക്ക് കൂടുതൽ തേയ്മാനം സംഭവിക്കാനും അത് കാരണമാകും. മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ് നമ്മൾ ഏത് ടൈപ്പ് പേസ്റ്റ് ഉപയോഗിക്കും എന്നുള്ളതാണ്. അതായത് കൂടുതൽ നല്ലത് വൈറ്റ് പേസ്റ്റുകൾ ഉപയോഗിക്കുകയാണ്. ജെൽ പേസ്റ്റ് അല്ലെങ്കിൽ കളേർഡ് പേസ്റ്റ് കൂടുതൽ ഇനാമൽ തേയ്മാനത്തിന് കാരണമാകുന്നു. പേസ്റ്റുകൾ കൂടുതലും ഫ്ലൂറൈഡ് കണ്ടന്റ് അടങ്ങിയ പേസ്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കാനുള്ളത്. ഇനി പേസ്റ്റ് എത്രമാത്രം നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് അടുത്തൊരു സംശയം. പേസ്റ്റ് വളരെ ചെറിയ രീതിയിൽ, അതായത് ഒരു പയർ മണിയുടെ വലിപ്പത്തിലുള്ള അത്രയും കണ്ടന്റ് പേസ്റ്റ് മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. പേസ്റ്റ് ഉപയോഗിക്കുന്നത് മാത്രമല്ല, അത് നേരായ രീതിയിൽ ബ്രഷ് ചെയ്യുകയും വേണം. അതായത് പല്ലിന്റെ പ്രതലങ്ങളെല്ലാം ഒരേ രീതിയിലല്ല നമ്മൾ കാണുന്നത് അല്ലേ. പല രീതിയിലുള്ള പ്രതലങ്ങളാണ് പല്ലിനുള്ളത്. ആ പ്രതലങ്ങളെല്ലാം നേരായ രീതിയിൽ ബ്രഷ് ചെന്നെത്തുന്ന രീതിയിൽ വേണം നമ്മൾ ബ്രഷ് ചെയ്യാൻ. 1-2 മിനിറ്റ് മാത്രം ബ്രഷ് ചെയ്യാൻ മതിയാവും. എന്നാൽ ബ്രഷ് ചെയ്ത് നമ്മൾ പേസ്റ്റ് വെളിയിൽ തുപ്പിക്കളഞ്ഞ ശേഷം ഒരു 1-2 മിനിറ്റ് ശേഷം മാത്രമേ വെള്ളം വായ്ക്കുള്ളിലേക്ക് എടുത്ത് കുലുക്കി തുപ്പിക്കളയാവൂ. അല്ല എങ്കിൽ ഈ ഫ്ലൂറൈഡ് കണ്ടന്റ് മുഴുവൻ ആ വെള്ളത്തോടൊപ്പം പുറത്തു പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് നേരം ഫ്ലൂറൈഡ് കണ്ടന്റ് വായിൽ നിൽക്കുന്നത് കാരണം ഫ്ലൂറൈഡ് കണ്ടന്റ് ഈ പല്ലിലേക്ക് അബ്സോർബ് ചെയ്യാനും പല്ലിന്റെ ആരോഗ്യം നന്നാക്കാനും ഇത് സഹായിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, നമ്മൾ പലരും വാഷ് ബേസിനിൽ അല്ലെങ്കിൽ വാഷ്റൂമിലാണ് കൂടുതലായും സൂക്ഷിക്കുന്നത്. ഇവ അടയ്ക്കാതെയാണ് മിക്കവാറും സൂക്ഷിക്കുന്നത്. ഈ വാഷ് ബേസിൻ അല്ലെങ്കിൽ വാഷ്റൂം എന്നിവയിൽ കൂടുതൽ അണുക്കളുടെ അളവ് ഉള്ളതിനാൽ ഈ ബ്രഷിലേക്ക് ഈ അണുബാധ ഉണ്ടാകാനും അത് നമ്മുടെ വായ്ക്കുള്ളിലേക്ക് ബ്രഷ് വഴി പ്രവേശിക്കാനും കാരണമാകുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കി ബ്രഷ് വെക്കുക. അതുപോലെ തന്നെ ബ്രഷുകളെല്ലാം ഒരു പ്രോപ്പറായിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു സൂക്ഷിക്കുന്നതും വളരെ. വായുടെ മറ്റൊരു പ്രശ്നമാണ് ബ്ലീഡിംഗ് ഗംസ് എന്ന് പറയുന്നത്. ഈ ബ്ലീഡിംഗ് ഗംസിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മോണയിൽ അഴുക്കടിയുക എന്നുള്ളതാണ്. മോണയിൽ അഴുക്കടിയുന്നത് വഴി അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുകയും ബ്ലീഡിംഗ് ഉണ്ടാകാനുമുള്ള സാധ്യതയും ഉണ്ടാകുന്നു. അത് കാരണം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ, അതായത് ഓരോ 6 മാസം കൂടുമ്പോഴും നമ്മൾ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്ത് പല്ലിന്റെ ആരോഗ്യം ഉറപ്പുവരുത്തേണ്ടതാണ്. പല്ല് ക്ലീൻ ചെയ്യുകയും ആരോഗ്യം ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. ഡെന്റൽ അപ്ലയൻസസ് ഉപയോഗിക്കുന്നവർക്കും ഇതുപോലെ ബ്ലീഡിംഗ് ഗംസ് കണ്ടുവരുന്നു. മറ്റൊരു കാരണം പ്രഗ്നൻസിയിലെ ഹോർമോണൽ ഇംബാലൻസ് ആണ്. ബ്ലീഡിംഗ് ഗംസിന് മറ്റൊരു കാരണമായി നമ്മൾ പറയുന്നത് മോണയിലെ ഇൻഫെക്ഷൻ ആണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായും ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് അത് ശരിയായ ചികിത്സ നേടേണ്ടതാണ്. വൈറ്റമിൻ സിയുടെ അഭാവവും സ്കോർബൂട്ടിക് ഗംസ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഗംസിന് കാരണമാകുന്നു. വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെന്റ്സ് എടുത്ത് അത് നികത്തേണ്ടതാണ്. ബ്ലീഡിംഗ് ഗംസിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ആരോഗ്യമില്ലാത്ത മോണയാണ്. ആരോഗ്യമുള്ള മോണയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പല്ല് തേച്ച് കഴിയുമ്പോഴും അതുപോലെ ആഹാരം കഴിച്ച് കഴിയുമ്പോഴും നമ്മൾ വിരലുകൾ കൊണ്ട് നേരിയ മർദ്ദത്തിൽ നമ്മൾ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓറൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഇന്ന് 100,000-ൽ 11.6% ആൾക്കാർക്ക് ഓറൽ ക്യാൻസർ ഉണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗം, അതുപോലെ തന്നെ മദ്യപാനം, ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ ഇൻഫെക്ഷൻ എന്നിവയാണ്.
ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഓറൽ ക്യാൻസർ ഒരു പരിധിവരെ നമുക്ക് തടയാനാകുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്നതിന് വളരെ നന്ദി. താങ്ക് യു.